നമസ്കാരം. 9 മണിക്കെങ്കിലും ഒന്ന് തുറക്കേണ്ടതല്ലേ? സമയം പോയി, പെട്ടെന്നാവട്ടെ. ഇന്നും മുതലാളിങ് എത്തിയ കട നിങ്ങൾ ഇപ്പൊ തന്നെ അടയ്ക്കുന്നുണ്ടോ അതോ ഞങ്ങളുടെ ആത്മാഹുതി കഴിഞ്ഞിട്ടോ? എന്നാടാ എന്നാ കത്തിച്ചാവ്. ഇത്രയും പേര് ചത്താലും ഈ കട പൂട്ടാൻ നിന്നെ കൊണ്ട് പറ്റില്ല. ഓടാ പോയി പണി നോക്ക്. ചേട്ടാ, കോളേജ് പിള്ളേർ കൂടിക്കൊണ്ട് വരിക. 2 എണ്ണം പൊട്ടിച്ച ശരിയാവും. നമ്മുടെ ആളുകളോട് വരാൻ പറയട്ടെ. നമ്മുടെ ആൾക്കാരെ അടിക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. പോലീസ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. നമ്മൾ അടിച്ചാൽ പ്രശ്നവും കേസും, അവരടിച്ചാൽ ക്രമസമാധാനം. അവര് നോക്കട്ടെ. പറയൂ വരുമ്പ. അല്ല സാറേ, വീണ്ടും ഈ കോളേജ് പിള്ളേർ ഇവിടെ വന്ന്. നീ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ നോക്കാം. ഇന്ന് ഞായറാഴ്ച 4:30 മുതൽ 6 വരെ രാഹുല കാലത്ത് തന്നെ ഫോൺ അടിക്കുന്നല്ലോ. ആരാണോ എന്തോ. K4 പോലീസ് സ്റ്റേഷൻ. ഇവിടെ രാംദാസേ സാർ, പരമന്റെ ബാറിൽ കോളേജ് പിള്ളേർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പോയി എന്താന്ന് നോക്കിയിട്ട് ഉടനെ എനിക്ക് ഫോൺ ചെയ്യ്. നമസ്കാരം മുതലാളി. എന്താടോ ഇത്? ഞാൻ സംസാരിക്കും. ഒരു മിനിറ്റ് ഒന്ന് നിർത്ത്. പിള്ളേരെ, ഞാനൊന്ന് പറയട്ടെ. എന്റെ പൊന്നു പിള്ളേരെ. സാർ, ആ ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. മക്കളെ, ഞാനും കാക്കിയ പുള്ളിയും കാക്കിയ തോളിൽ സ്റ്റാർ വെച്ച് കാക്കിയോട് വരാൻ പറ. എന്തായി സാർ? ഇവിടെ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ബാർ ഉടമസ്ഥനും ബാർ കൗൺസിൽ മെമ്പേഴ്സും ഒക്കെ ആകെപ്പാടെ ടെൻഷനിലാണ് സാർ. സാർ, കുടിക്കാൻ വരുന്നവരെ പറ്റിയാ പറഞ്ഞത്. അതിനേക്കാളും ദേഷ്യത്തിലാ കോളേജ് പിള്ളേര്. ഞാൻ മോക്ക് കാർ വാങ്ങാൻ വന്നതാ. ചന്ദൻ എസ് ഐ എസ്കോർട്ട് പോയിരിക്കുക. പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയ വേറെ ആരാ ഉള്ളത്? സാർ, പറ്റിയ ഒരാളുണ്ട് സാർ. ആരാത്? യൂത്തന്മാരുടെ യൂത്തൻ. പ്രശ്നം സംസാരിച്ചു തീർക്കാൻ പറ്റിയ ആളാ. രാംദാസ്, എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ. പുതുതായിട്ട് ജോയിൻ ചെയ്ത ക്രൈം ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ സുഭാഷാണ് സാർ. അവൻ ജോയിൻ ചെയ്തിട്ട് 4 ദിവസമല്ലേ ആയുള്ളൂ. പ്രശ്നം അവൻ തീർക്കോളൂ. ഒരു സംശയം വേണ്ട സാർ. ശരി, പോയി സോൾവ് ചെയ്യാൻ പറ. ഇങ്ങോട്ട് എല്ലാവരും ഒന്ന് സമാധാനിക്ക്. നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം. ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു. നിങ്ങളൊരു തീരുമാനം എടുക്കാത്തോണ്ടാ ഞങ്ങൾ സമരം ചെയ്യാൻ വന്നത്. ചില കാര്യങ്ങൾക്ക് സമരം ചെയ്താലേ പറ്റുമെങ്കിൽ സമരം ചെയ്യണം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ പൊതുജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. പൊതുജനങ്ങൾക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഈ ഞായറാഴ്ച ഞങ്ങൾ സമരം ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? സർ, ഞങ്ങളുടെ കോളേജിനടുത്തുള്ള ഈ വൈൻ ഷോപ്പ് വേറെ സ്ഥലത്തേക്ക് മാറ്റണം സർ. കുടിച്ച് ലെക്ക് കെട്ട് പോകുന്നവർ ഞങ്ങളെ കമന്റ് അടിക്കാൻ ഇനി ഒരു കാരണവശാലും സമ്മതിക്കില്ല. പലതവണ കംപ്ലൈന്റ് കൊടുത്താ ഒന്നും നടന്നിട്ടില്ല. ഇതിനൊരു തീരുമാനം അറിയാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഞങ്ങൾ സ്വയം കത്തിയെറിഞ്ഞാലേ നിങ്ങൾ തീരുമാനം എടുക്കുമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാ. ആരാത്? ആർക്കടാ കത്തിരിയേണ്ടത്? ഞാനാ? നീയാണോ? കത്തിരിയേണ്ടത് നീയല്ല, ഈ ബാറും വൈൻ ഷോപ്പും. വെരി നൈസ്. സാറ് പറഞ്ഞ കേട്ടില്ലേ? നിങ്ങൾ അതുപോലെ ചെയ്യേ. പറഞ്ഞത് കേട്ടില്ലേ? 4 ലക്ഷം പഠിക്കാൻ പിള്ളേരെ
ഹലോ കൺട്രോൾ റൂം, ഹലോ. എന്താടോ ഇത്? നീ പോലീസിൽ ജോലി ചെയ്യുന്നോ അതോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നോ? എന്താ ഇത്? എല്ലാ കടയും കോൺട്രാക്ട് എടുത്ത് അടിച്ച് പൊളിച്ചു പോലെ ഉണ്ടല്ലോ. നീ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനാണ് പോയത്. 4 എണ്ണത്തിനെ പൊട്ടിച്ചിരുന്നെങ്കിൽ അവിടെ കണ്ട എല്ലാത്തിന്റെയും ചെരുപ്പ് മാത്രം അവശേഷിച്ചെന്നെ. ഒറ്റ പയ്യൻ അവിടെ ഉണ്ടാവില്ല. ലാത്തി എടുക്കുമ്പോൾ തന്നെ ഓടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടികൾ കോട്ടറും ബിരിയാണിയും കൊടുത്ത് രാഷ്ട്രീയക്കാരെ വിളിച്ചുകൊണ്ട് വന്നവരായിരുന്നില്ല. സ്റ്റുഡൻസ് അവരോടില്ല സാർ. അവർ പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവധി ദിവസമാണ് സമരം ചെയ്യുന്നത്. അതിൽ ഭാവിയിൽ IAS കാരുണ്ടാവും, IPS കാരുണ്ടാവും. എന്തിന്? നാളത്തെ നമ്മുടെ മന്ത്രിമാർ വരെ ഉണ്ടാവും അതിൽ. സ്റ്റുഡൻസ് ചെയ്തത് തെറ്റാ, അവർ ചാവട്ടെ എന്നങ്ങ് വിചാരിച്ച പോരെ. ആത്മഹത്യ നിയമപ്രകാരം തെറ്റാണ്, അതുകൊണ്ടാണ് തടുത്തത്. പുതിയതായിട്ട് സർവീസിൽ കയറിയതല്ലേ, നിങ്ങൾ ആരാണെന്ന് അയാൾക്ക് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. വേണ്ടാത്ത ഓരോ ബിൽഡപ്പ് കൊടുത്തോണ്ട് നമ്മളിപ്പോ നടുറോട്ടി നിൽക്കേണ്ടി വന്നു. സാറേ, ഇതിന്റെ പേരാണ് ബീറ്റ്. ഫുൾ ഡേ നിൽക്കണം. ഈ ബാറിന് സംരക്ഷണം കൊടുക്കാനാണത്ര. കാരണം നമുക്ക് പേരിനൊരു ശിക്ഷയും കിട്ടി, ബാർ ഓണർക്ക് സമാധാനമാവുകയും ചെയ്തു. ദേ വന്നല്ലോ ഫയലുകൾ. മണ്ണെണ്ണ കൂടിയാ സാർ എന്താടാ? എന്താ സാർ ഇവിടെ നിൽക്കുന്നേ? മക്കളെ, നിന്നെയൊക്കെ രക്ഷിക്കാൻ വന്നേനാ സാർ രാവിലെ മുതൽ നിപ്പ് നിൽക്കേണ്ടി വന്നത്. സാർ, കോളേജിലെ പിള്ളേർക്കെല്ലാം സാറിനെ കാണണമെന്ന്. എന്താടാ അവിടുത്തെ കടതിൽ വിളിക്കാനാ? പ്ലീസ് വാ സാർ. സാർ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ. ഇവിടെ അടുത്താ സാർ ഞങ്ങളുടെ കോളേജ്. ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ ചെറിയൊരു ട്രീറ്റ്, അതിനെങ്കിലും വാ സാർ പ്ലീസ്. പ്ലീസ് സാർ. ശരി, നിങ്ങൾ പൊക്കോളൂ. ശരി സാർ. ഓക്കെ സാർ. വാടാ. സാർ, എത്ര നേരം നമ്മൾ ഈ വെയിലത്ത് നിൽക്കുക. പിള്ളേരാണെങ്കിൽ വിളിക്കുകയും ചെയ്തു. ഈ ബീറ്റിന് കിട്ടിയ ഒരു ട്രീറ്റ് ആയിട്ട് കരുതി ഒരു പിടി പിടിച്ചാലോ? പോയിന്റാ പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുന്നത്? ഒന്ന് നിക്കച്ച, അയാൾ സംസാരിക്കാനും സമ്മതിക്കത്തില്ല, അച്ഛൻ കേൾക്കാനും സമ്മതിക്കത്തില്ല. എന്താ പറയുന്നതെന്ന് കേക്കട്ടെ. സുഭാഷേ, ഇതിൽ ആര് പറയുന്നത് ശരി? നീ പറ. അതിൽ 4 ബുദ്ധിജീവികളും ഇവിടെ 2 ബുദ്ധിജീവികളും ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ നാട്ടിന് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് തീരുമാനിച്ചാൽ മതി. അവിടെ 2 പേര് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ്, ചക്കൊരു കുട്ടി. എങ്ങനെയുണ്ട് അങ്കിൾ? സൂപ്പർ. ഏയ് അച്ചുകുട്ടി, എന്തുപറ്റി നിനക്ക്? മ്യൂസിക് ടീച്ചർ എന്നോട് ക്ലാസ്സിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കുക. 3 days ആയിട്ട് ഞാൻ പോയിട്ടില്ല. അതെന്താ? പോകണമെന്ന് തോന്നിയില്ല, പോയില്ല. കലക്കി ചക്കൊരു കുട്ടി. നീ ഇങ്ങനെ പറയുന്നേ? മിസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ചെറിയച്ച. ചെറിയച്ഛനില്ലേ, നാളെ നമ്മൾ മ്യൂസിക് ക്ലാസ്സിൽ പോവും, ടീച്ചറെ കാണും, പാടും. യെസ് മോളെ, സൂക്ഷിച്ചു. ദോശ ദോശ. അച്ഛാ, നെയ് മണക്കുന്ന അച്ഛാ. അതേടാ, ഒരേ വീട് ഒരേ കുടുംബം, ഇതിനകത്ത് ഇത്രയും വിഭവങ്ങൾ വേണോ? കുട്ടികളും നിങ്ങൾ ഒരുപോലെയാണോ? 6 അടി 80 കിലോ. ഇവനാണോ കുഞ്ഞ്? അതേടാ, കല്യാണം എന്ന സ്റ്റാറ്റസ് വരുന്നവരേക്കും അവനും ഈ വീട്ടിലെ ഒരു കുട്ടി തന്നെയാ. ചുമ്മാതിരിക്കേ, കല്യാണമൊക്കെ ഒരു സ്റ്റാറ്റസ് ആണോ? യെസ് ബ്രോ. ഇപ്പോ നമ്മൾ സമ്പാദിച്ച് ഒരു വീട് വെച്ച് കാറൊക്കെ വാങ്ങിച്ച അതൊരു സ്റ്റാറ്റസ്. നമ്മൾ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് നമ്മുടെ പേരിന്റെ പുറകെ ചേർത്ത അത് വേറൊരു സ്റ്റാറ്റസ്. ഇതെല്ലാം നമ്മുടെ സ്വന്തമാണ്. ഇനി കല്യാണത്തിന്റെ പേരിൽ നമ്മളൊരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടിയ നമ്മൾ അവരുടെ സ്വന്തമാവും. പിന്നെങ്ങനെയാ അമ്മയ്ക്ക് കുഞ്ഞായിട്ടിരിക്കുന്നത്? നല്ല ഭാവനയാടാ. അനിത് ഭാഗ്യശാലിയാ. എന്താ, നീ ഭാഗ്യശാലിയല്ലേ? ആര്? ഞാനോ? ഉം. എന്റെ എല്ലാ സ്വർണവും അഴിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ബാങ്കിൽ വെച്ചു. ഞാൻ തന്നു, അതുകൊണ്ട് പോയി വെച്ചു. അതാ അതാ പറഞ്ഞ ഞാൻ പറഞ്ഞ ഭാഗ്യശാലിയാണ്. ഭാഗ്യശാലിയാന്ന്. ഇന്ന് മോൾ അനുഷ, നീ വിനുഷ. ഓക്കെ? ഓക്കേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇവള് ഞാൻ ദാ നോക്ക്, അവളെ വീണ്ടും ക്ലാസ്സിൽ ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. വാട്ട് എ റൂട്ട് ഗേൾ. നീ എന്താ മ്യൂസിക് ക്ലാസ്സിന് വരാഞ്ഞെന്ന് ചോദിച്ചാ വരണമെന്ന് തോന്നിയില്ല, അതുകൊണ്ടാ വരാഞ്ഞെന്ന് തർക്കുത്തരം പറയാ. അയ്യോ ടീച്ചർ, യു ആർ ടോട്ടലി മിസ്റ്റേക്കൺ. അങ്ങനെ റൂഡായിട്ട് പറഞ്ഞത് ഇവളല്ല, ഇവളുടെ സിസ്റ്റർ അനുഷയാണ്. നോക്കിയാ ബൈക്കിലിരിക്കുന്ന. ഓ, ട്വിൻസ് ആണല്ലേ ഇവര്? അതെ. നീ നിന്റെ ചേച്ചിയെ പോലെ റൂട്ട് ഗേൾ അല്ലല്ലോ. No, no, ma'am. I am a good girl. വെരി ഗുഡ് ഗേൾ. വാ. Bad boy ചെറിയച്ച. അച്ഛൻ്റെ അടുത്തൊന്നും പോയി പറയരുത് കേട്ടോ. ഓക്കെ? Okay. താങ്ക് യു.
ഇത് ആരാ നോക്കിയേട്ടാ? സാർ ആൽക്കഹോൾ എന്നാണല്ലോ പേര് വരുന്നത്. ചേട്ടാ അത് കട്ട് ചെയ്തേക്ക്, ഞാൻ പിന്നെ സംസാരിച്ചോ. ആൽക്കഹോൾ എന്നതാ സാറ് സേവ് ചെയ്തിരിക്കുന്നത്? ആൽക്കഹോളും സാറും തമ്മിൽ നേരെ എതിർകക്ഷികളല്ലേ? അത് എല്ലാവരും ആൽക്കഹോളിനല്ലേ അഡിക്റ്റ് ആവുന്നത്. ആ ഓക്കെ. അതുകൊണ്ട് ഞാൻ അഡിക്റ്റ് ആയ ആളുടെ പേര് ആൽക്കഹോളിൽ നിന്ന് സേവ് ചെയ്തതാ. അനിതയത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി. അയ്യോ ആണോ സാറേ? എന്നാ പിന്നെ വണ്ടി സൈഡിലോട്ട് നിർത്ത്, സംസാരിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അതൊന്നും ഇല്ല ചേട്ടാ. സപ്പോസ് അവൾ വിളിച്ചിട്ട് ഞാൻ കോൾ എടുത്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കുന്നവരെ അവൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യൊന്നുമില്ല ചേട്ടാ. ഒരു അണ്ടർസ്റ്റാൻഡിങ്. അത് കൊള്ളാമല്ലോ സാറേ. എന്റെ പെണ്ണുമ്പിള്ള എങ്ങാനും ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ എടുക്കാഞ്ഞെന്ന് ചോദിക്കുന്നതിന് വേണ്ടി മാത്രം 5 പ്രാവശ്യം വിളിക്കും സാറേ. സർ. അല്ല സുഭാഷ്, ഇന്നലെ ഞാൻ കോർട്ട് പേ ഗ്യാപ്പില് പരമേശ്വരന്റെ ബാറ് പറത്തി കളഞ്ഞല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ പരമനെ തന്നെ പിള്ളേർ പറപ്പിച്ചാണ് സാറേ. കയറി വാ സാർ. എന്താ കാര്യം? ഞങ്ങളുടെ ബ്രൗണിയെ കാണുന്നില്ല. ബ്രൗണി ആരാ? ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കോസ്റ്റ്ലി ബ്രീഡാ. ശരി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനാരെങ്കിലും കടത്തിക്കൊണ്ട് പോയതാണെന്ന് ഞങ്ങളുടെ കൊച്ചമ്മയ്ക്ക് സംശയമുണ്ട്. വക്കീലൊരു കംപ്ലൈന്റ് എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ നായെ പോലെ അലഞ്ഞ് നിങ്ങളുടെ നായെ കണ്ടുപിടിച്ചു തരാം. ഇപ്പൊ വിട്ടോ. അതല്ല സാറേ, അതിനെ കാണാതായിട്ട് ഒരു ദിവസമായി. അത് മറ്റു ജാതി നായ്ക്കളുമായിട്ട് ബന്ധപ്പെടുന്നൊരു പേടി. ഓ അങ്ങനെ. സാർ, യെസ്. നായക്കുട്ടി പോലും ജാതി മാറരുതെന്ന് വിചാരിക്കുന്ന ആ മനസ്സുണ്ടല്ലോ. നിങ്ങളാണ് സാർ ശരിക്കുള്ള ഇന്ത്യക്കാരൻ. നിങ്ങൾക്കൊന്നും ആധാർ കാർഡ് പോലും ആവശ്യമില്ല. താങ്ക് യു സാർ. ഇവൻ എവിടുന്ന് വന്നു? സാർ വിട്ടോ. ചേച്ചി. ഹായ് സുഭാഷ്. അനിത റെഡി ആയിക്കൊണ്ടിരിക്കുക. ഡിന്നറിന് പോവാണെന്ന് എന്നോട് പറഞ്ഞു. അതെ. പ്ലീസ് സിറ്റ്. ഓക്കെ. ഹായ് ഡാ. ഹായ്. ആ പെയിന്റിംഗ് സീനല്ലേ, അത് ഞാൻ 4 തവണ കണ്ടതാ. അവള് റെഡിയാവൻ എന്താ ഇത്ര നേരം എടുക്കുന്നേ? നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ. എപ്പോ നോക്കിയാലും പബ്ജി. അങ്കിൾ. എന്താ അങ്കിൾ? എന്തിനാ മിഴിച്ചു നോക്കുന്നേ? അത്രയ്ക്ക് സുന്ദരിയാണോ? എന്താ ഇത്? സ്കൂൾ യൂണിഫോം പോലെ ഉണ്ട്, ഒരേ കളർ ഷർട്ടൊക്കെ ആയിട്ട്. എനിക്ക് എങ്ങനെ അറിയും നീയും ബ്ലൂ ഡ്രസ് ഇട്ടാ വരാന്ന്? ഇതും മാറ്റിയിട്ട് വരാല്ലോ. ചെല്ലു, എനിക്ക് വരാം. സുഭാഷ്, എന്തീ കാണിക്കുന്നേ? താഴെ ആളുണ്ട്, ഒന്ന് പോയേ. എത്ര വർഷമായിട്ട് നിന്നെ പ്രേമിച്ചോണ്ട് നടക്കുന്നു. എപ്പോ ചാൻസ് കിട്ടിയാലും അത് ശരിക്കും മുതലെടുക്കാൻ നോക്കുന്നവനാ. നിനക്ക് ബോറടിക്കുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു 15 വർഷത്തിന് ശേഷം നീ 2 കുട്ടികളെയൊക്കെ പ്രസവിച്ചൊരു ഗുണ്ടുമണിയെ പോലെ ആവും. അപ്പൊ ചാൻസ് കിട്ടുമ്പോ പോലും ഞാൻ നിന്നെ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നർത്ഥം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും അഫെയർ ഉണ്ടെന്നർത്ഥം. നല്ല സ്നേഹത്തിന് ഇതൊക്കെ അത്യാവശ്യം.